ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം മേവറം ബൈപ്പാസിൽ സാരഥി ട്രൂ വാലി യൂസ്ഡ് കാർ ഷോറൂമിലാണ്. കുറച്ച് മികച്ച ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമുക്കതിൻ്റെ വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം. വാഹനങ്ങൾ നമുക്കായി പരിചയപ്പെടുത്തുന്നതിന് നമ്മുടെ പ്രതീഷ് ബ്രോ, അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, ഹലോ. നമുക്ക് തുടങ്ങാം. 2017 മോഡൽ വാഗനാറാണ്. 17 മോഡൽ വാഗനാർ 59,000 കിലോമീറ്റർ നിലയിൽ വണ്ടിയായിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ വരുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാം നല്ല നീറ്റാണ്. അതെ അതെ, ഫസ്റ്റ് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാ പറഞ്ഞത്? കിലോമീറ്റർ വരുന്നത് 59, 60. ആക്സിഡന്റോ ഇല്ലല്ലോ, ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ബാക്ക് ടയർ കുറച്ച് മോശമാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല കുഞ്ഞു സ്ക്രാച്ചും ബോഡി വർക്കെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തരുന്നത്. വാഷിംഗ്, പോളിഷിങ്, ഇന്റീരിയർ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വണ്ടി തരുന്നതാണ്. അതുപോലെ ഇതിന്റെ വില വരുന്നത് 3,40,000. അത് നെഗോഷ്യബിൾ റേറ്റ് ആണല്ലോ. ഓക്കെ. കിഡ് 2015 ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പിൽ 78 കിലോമീറ്റർ അയക്കുന്നത്. 78,000 കിലോമീറ്റർ. അതെ അതെ. 2030 വരെ ടാക്സും കാര്യങ്ങളുണ്ട്. വിലഭാഗം വരുന്നത് 2 രൂപയാണ്. 2 ലക്ഷം. നെഗോഷ്യബിൾ ആട്ടോ റേറ്റ്. നെഗോഷ്യബിൾ ആണോ? ഓക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. അത് തരും, വർക്കെല്ലാം ചെയ്ത് ഇറക്കി തരാം. കുഴപ്പമില്ല. ടയറൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ടയറൊക്കെ ഉണ്ട്. സീറ്റ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതെ, സീറ്റ് കവർ ചെയ്യേണ്ടി വരും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. അത് സെക്കൻഡ് ഓണർഷിപ്പ് ആകും. ഡിസയർ VXi വരുന്നത് 2012 വണ്ടി. 2012 മോഡൽ ഡിസയർ. ഇന്ത്യയിൽ നോക്കിയേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇന്ത്യയിലാണ്. സീറ്റ് കവർ ആയാലും ശരി, മാറ്റ്, സീറ്റ് കവർ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചെറിയ വേറെ പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ല. സീറ്റ് കവർ മാറിയാൽ മതി. മാറ്റും ഉണ്ട്. എല്ലാം അത്യാവശ്യം നീറ്റാ വണ്ടി. VXi, അതും ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. 2012 കിലോമീറ്റർ 66,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം ഒന്ന് വാഷിങ് ചെയ്ത് പോളിഷ് ചെയ്ത് പക്കയാണ്. ടയർ ഭാഗം പക്ക കേട്ടോ. അല്ല, 5 ടയറും പക്ക. സ്റ്റെപ്പിന് ഉൾപ്പെടെ പക്കയാണോ? അവറേജ് ടയറും ഉണ്ട്. ടയർ ഭാഗം 4 പക്ക. തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 66,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 66,000 കിലോമീറ്റർ ഓടിയ നീറ്റ് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. ഡിസയർ പെട്രോൾ ആണ്. ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയോ? 295 കൊടുക്കാം. 295. നെഗോഷ്യബിൾ ആണല്ലേ? ചെറുതായിട്ട്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. എന്നാലും വണ്ടി നല്ല നീറ്റ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പ്രീമിയം ക്വാളിറ്റി വണ്ടി. 2012 ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 66,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. VXi വേരിയന്റ്. വാഗനാർ ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വാഗനാർ വരുന്നത്. VXi 2016 VXi അല്ലേ? VXi വരുന്നത്. വണ്ടി ഇന്ത്യയിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നീറ്റാണ്. സീറ്റ് കവർ, മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കുഴപ്പമില്ല. ബോഡി വർക്കും വലുതായിട്ട് ബോഡി വർക്കൊന്നുമില്ല കേട്ടോ. ചെറിയ വർക്കുകളുള്ളൂ. ഇവിടെ വമ്പിൾ ചെറിയ പെയിന്റിംഗ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. ഇല്ല, വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ. അതെ. സിംഗിൾ ഓണർഷിപ്പ്. സോറി, സെക്കൻഡ് ഓണർഷിപ്പ്. ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ളതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. പെയിന്റ് എല്ലാം വർക്ക് ചെയ്ത് നീറ്റാക്കി കൊടുക്കും. ബാക്കി വർക്ക് ചെയ്ത് നീറ്റാക്കി നമുക്ക് കൊടുക്കാം. ടയറെല്ലാം ആവറേജ് ടയറാണ്. ഇട്ടേക്കുന്ന പ്രൈസ് 375 375. നെഗോഷ്യബിൾ. ഓക്കെ. 2014 കേട്ടനാണ്. 2014 കേട്ടൻ VXi വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടി? 79 കിലോമീറ്റർ. 79,000 കിലോമീറ്റർ. 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. സീറ്റ് കവർ ചെയ്യേണ്ടി വരും. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കെല്ലാം തീർന്ന് കിടക്കുന്ന വണ്ടിയാണ്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ ഭാഗം കാര്യങ്ങളുണ്ട്. നല്ല വണ്ടി, അത് കുഴപ്പമൊന്നുമില്ല. നീറ്റാ. VXi വരുന്ന വണ്ടി. അൾട്ടോ കേട്ടാണ്.
അത്യാവശ്യം നീറ്റായി കിടക്കുന്നു. ആ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 195 95 അല്ലേ പ്രൈസ് വരുന്നത്. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലേ അല്ലേ? ആ ചെറിയത് ഇതിൽ അത്യാവശ്യം വർക്ക് കയറിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ചെറിയ നെഗോഷ്യബിൾ കാണത്തുള്ളൂ. അല്ലാതെ ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, നീറ്റ് വണ്ടിയാണ്. നല്ലൊരു അതെ അതെ, നല്ല വണ്ടിയാണ് കേട്ടൻ. VX വരുന്നത് വാഗനാർ 2015 2015 VXi സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന VXi. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റീരിയോ, എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. 2015 നല്ല നീറ്റ് ക്വാളിറ്റി. കിലോമീറ്റർ ഭാഗം നോക്കുവാണെങ്കിൽ 80,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയ ബോഡി ക്വാളിറ്റി എല്ലാം സെക്കൻഡ് ഓണർഷിപ്പോ? ആ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ടയർ ഭാഗം ആവറേജ് ടയറാണ്. ആവറേജ് ടയറുണ്ട്. സെൻസർ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. അതെ. ക്യാമറ വരുന്നുണ്ട്. ക്യാമറ ഇല്ല. ഉണ്ട് ക്യാമറ. മിറർ ഉണ്ട്. ക്യാമറ ശരിയാ. ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ഒരു ചെറിയൊരു ന്യൂനത എന്ന് പറയുമ്പോൾ ഗ്ലാസിന് ഒരു പൊട്ടലുണ്ട്. അത് റീപ്ലേസ് ചെയ്തൊരു പൊട്ടുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം നമ്മൾ വണ്ടി. കിലോമീറ്റർ എത്ര പറഞ്ഞ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്കൊരു 330 വണ്ടി. 330 നെഗോഷ്യബിൾ റേറ്റ് ആണ്. 330. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ABS ഒക്കെ ഉള്ളതാണ്. VXi ആണ്. എക്സ്പ്രസ് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. 2020 വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ത്യയിലും കാരണം കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയറും കാര്യങ്ങളും നല്ല നീറ്റായിരിക്കുന്നുണ്ട്. പിന്നെ അതിന് സർവീസ് ഉണ്ട്. 3 സർവീസ് ഫ്രീ സർവീസ് ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. 1 ഇയർ വാറണ്ടി ഓട്ടോമാറ്റിക് വണ്ടി. ഒന്നും പേടിക്കാനില്ല. ഇല്ല, വാറണ്ടി ഉള്ള വണ്ടിയാണ്. ടയർ ആവറേജ് ടയർ ഭാഗം കാര്യങ്ങളുള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി വർക്കൊക്കെ. കിലോമീറ്റർ നമുക്ക് 62 കിലോമീറ്റർ ആയുള്ളൂ. 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. 430 ഇട്ടേക്കുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് നിങ്ങൾക്ക് നോക്കാം. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് നല്ല വണ്ടി. ഒരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാം. മിനി XUV ആണ്. എക്സ്പ്രസോ 2012 മോഡൽ. 79,000 കിലോമീറ്റർ അയക്കുന്ന ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ നോക്കൂ. ഫോർമാറ്റ്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പഴയ കസ്റ്റമർ. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. നീറ്റാണ് വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ചോദിക്കുന്ന വില 3 രൂപയാണ് കേട്ടോ. 3 അല്ലേ? ZXi ആണ് വേരിയന്റ് വരുന്നത്. ZXi വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അലൈവിൽസും കാര്യങ്ങളുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 ടയറും പക്കയാണ്. സ്റ്റെപ്പിന് ഉൾപ്പെടെ നല്ല നീറ്റ് ആയിരിക്കുന്നുണ്ട്. മറ്റു വർക്കുകളൊന്നുമില്ല അതിന്. നീറ്റ് വണ്ടിയാണ്. റേറ്റ് എന്തെങ്കിലും നെഗോഷ്യബിൾ. നല്ല വണ്ടി കേട്ടോ അത്. ഓക്കെ, നല്ല ഒരു ഡിസൈറാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വാഗനാറാണ്. വാഗനാർ 2023 VXi. ഈ വരുമ്പോൾ 2023 ആണ്. 2023 വാഗനാർ സിംഗിൾ ഓണർഷിപ്പ്. നോക്കൂ വണ്ടി നോക്കൂ. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ 35,000 കിലോമീറ്റർ ആയിരുന്നു. 10,000 കിലോമീറ്റർ ഓടിയ വാഗനാർ. നല്ല നീറ്റ് ക്വാളിറ്റി. അതിനുവേണ്ടി കിലോമീറ്റർ ഓടിയിട്ടില്ല. സീറ്റ് കവർ മാറ്റ് എല്ലാം നല്ല നീറ്റാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 2 എയർ ബാഗ് എല്ലാം വരുന്ന VXi വേരിയന്റ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാ. 35,000 കിലോമീറ്റർ അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. നമുക്കിതൊരു 570 കൊടുക്കാം കേട്ടോ. 570 കൊടുക്കാം. അതെ. ടയർ ആവറേജ് ടയർ. ടയർ ഭാഗം ആവറേജ് ഉള്ളൂ. വലിയ ക്വാളിറ്റി ആവറേജ് ടയർ. വാഷിങ്, പോളിഷിങ്, മഷി വർക്കുകൾ തീർത്ത് നീറ്റായിട്ട്. അതെ, വാറണ്ടി ഉള്ള വണ്ടിയാണേ. ഓക്കെ, വാറണ്ടി ഉള്ള വണ്ടിയാണ്. 3 സർവീസ് ഫ്രീ. 3 സർവീസ് വരുന്ന ഒരു 1 ഇയർ വാറണ്ടിയും 3 സർവീസും ഫ്രീ ഉണ്ട്. ഓക്കെ. അതാണ്. വില എങ്ങനെയാ വരുന്നത്? വില നമുക്ക് 570. 570 നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതെ, ചെറുതായിട്ട്. ഓക്കെ. അടുത്ത വണ്ടി നമുക്ക് ഒരു ഡീസൽ വണ്ടി പരിചയപ്പെടാവേ. ഡീസൽ വണ്ടി ബ്രസ് വരുന്നത് 2016 മോഡൽ വണ്ടിയാണ്. 2016 മോഡൽ LD ആണ് വരുന്നത്. LD ഫുൾ ഓപ്ഷൻ LD ആണ്. ഡീസൽ ബ്രസ. ഇന്ത്യയിൽ നോക്കിയേ
ഇൻറ്റീരിയറൊക്കെ നല്ല എയർ ബാഗ് എല്ലാം വരുന്ന മോഡലാണ്. ക്വാളിറ്റി ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് കേട്ടോ. സിറ്റ് കവർ മാറ്റ് എല്ലാം ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ ഉള്ളൂ. ബാക്ക് പവർ വിൻഡോ ഇല്ല. LD അല്ലേ? അലവൽസ് കസ്റ്റമർ പഴയ കസ്റ്റമർ ചെയ്ത് 4 ടയറും പക്ക ടയർ, 4 ടയറും പക്ക അലവൽസ് വെച്ചിട്ടുണ്ട്. സെൻസർ ഉണ്ട്. ഇതെല്ലാം പഴയ കസ്റ്റമർ ചെയ്തതാണ്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. ക്യാമറയും സെൻസറും വരുന്നുണ്ട്. സെൻസറും ക്യാമറ വരുന്നുണ്ട്. ഡീസൽ വരും. LD വരുന്നത്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1 ലക്ഷം ആയിട്ടുണ്ട്. 1 ലക്ഷം 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. വിലഭാഗം 5.55. 5.55. നെഗോഷ്യബിൾ റേറ്റ് കേട്ടോ. നെഗോഷ്യബിൾ റേറ്റാ, കുഴപ്പമില്ല. നല്ല വണ്ടിയാണ്. തട്ടമുട്ട പ്രശ്നമൊന്നുമില്ല. ചില സ്ക്രാച്ച് ഉണ്ട് ഇവിടെ. അത് ഒരു തന്നെ ക്ലിയർ ചെയ്ത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. ബമ്പർ സ്ക്രാച്ച് ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് പെയിന്റ് ചെയ്ത് നീറ്റ് വാഷിങ്ങും പോളിഷും ചെയ്ത് നീറ്റായി കൊടുക്കുന്നു. i20 ആണ്. i20 ആസ്റ്റ വേരിയന്റ് വരുന്നത്. ഏത് മോഡലായത്? i20 2015 വരുന്നത്. ടോപ്പ് വേരിയന്റ് ആണ്. അലവിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. 2015 സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. 2015 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 60,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇന്ത്യയിലൊക്കെ നോക്കും പക്ക നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവർ എല്ലാം ചെയ്ത് സിംഗിൾ ഓണർഷിപ്പ് നല്ല നീറ്റായിട്ട് യൂസ് ചെയ്ത വാഹനമാണ്. അതെ, നല്ല. അത് പുഷ് ബട്ടൺ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. ആസ്റ്റ വേരിയന്റ് സ്റ്റീരിംഗ് കൺട്രോളും അല്ലാണ്ട്. ടയർ ഭാഗം നോക്കി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. ടയർ ഭാഗം എല്ലാം പക്കയാണ്. 4 ടയറും പക്കയാണ്. പുത്തൻ ടയറാണ്. ഫസ്റ്റിൽ വരുന്ന റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന നീറ്റായിരിക്കുന്നു. നല്ല നീറ്റ് വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 430 ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, 430 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേട്ടോ. 430 ചെറിയ നെഗോഷ്യബിൾ, തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. ബോഡി വർക്കും ഇല്ല, ഒന്നുമില്ല. നീറ്റായിട്ട് കൊടുക്കാം. 2024 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ്. LXi ആണ് വരുന്നത്. സ്വിഫ്റ്റ്. ഇന്ത്യയിലൊക്കെ നോക്കിയേ നല്ല നീറ്റ് ക്വാളിറ്റി. അതെ. സീറ്റ് കവർ മാറ്റ്. സ്റ്റീരിയോ ഇല്ല കേട്ടോ. സ്റ്റീരിയോ LXi ആയതുകൊണ്ട് സ്റ്റീരിയോ വരുന്നില്ല. പക്ഷേ 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. അതെ. ബാക്ക് വശം നോക്കൂ. 48,000 കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. പ്രൈസ് വരുന്നത് 485 ആണ്. 485 സ്വിഫ്റ്റ് LXi. 2024 മോഡൽ LXi സ്വിഫ്റ്റ്. 2024 6 മാസത്തിൽ. കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. അതെ. LXi സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളത്. അതെ. എസ്ക്രോസ് 2017 മോഡൽ വണ്ടി. എസ്ക്രോസ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് എസ്ക്രോസ് വരുന്നത്. വണ്ടി നീറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഡീസലാണ്. ഡീസൽ ഇന്ത്യയിൽ നോക്കൂ. സീറ്റ് കവർ മാറ്റ് എല്ലാം ഉണ്ട്. നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവറും മാറ്റ് എല്ലാം ഉണ്ട്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? ടയർ ഭാഗം ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ടയർ. കുഴപ്പമില്ല. 4 ടയറും സ്റ്റെപ്പിന് പക്കയാ. മറ്റേ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ബോഡി ആയാലും നോക്കിയേ, പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ബോഡിയിൽ പ്രശ്നമൊന്നുമില്ല. 4 ടയറും പക്ക ടയറാ. നല്ല നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയറുണ്ട്. അത്യാവശ്യം. പിന്നെ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന് അറിയോ? വില എങ്ങനെ? അതിന്റെ 675 ആണ്. 675 നെഗോഷ്യബിൾ റേറ്റ് കേട്ടോ. സ്മാർട്ട് ഹൈബ്രിഡും കൂടിയാ. സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ. ഡീസൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. 2017 ആണ്. 2017 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ വന്ന് നോക്കി ചെക്ക് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വാഹനം സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.